ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിലുള്ള സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനവുമായിട്ട് നമ്മുടെ മുൻപാകെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു ചിന്തയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിക്കുകയും ആ നിലയിൽ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തത്. എന്നാൽ എന്നെ ഭാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്റെ മനസ്സിനെ ഉത്തേജിപ്പിച്ചതായ അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചതായ ചില കാര്യങ്ങള് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പരാജയമൊക്കെ നേരിടുമ്പോൾ എന്താണ് അതിന് കാരണമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആ താഴ്ച കുറവുകളൊക്കെ നഷ്ടങ്ങളും പരാജയങ്ങളും തോൽവികളൊക്കെ കടന്നു വന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത്, കർത്താവേ, എന്താണ് അതിന് കാരണം? എന്നെ പണിയുവാനായിട്ട് അങ്ങ് എന്താണ് എന്നിൽ കണ്ട കുറവ്? അപ്പൊ യഥാർത്ഥത്തില് അവന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത് ഞാൻ കുറവുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം നമ്മുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാനുള്ളത്, കർത്താവെ, എന്നെ പണിയുവാന്, എന്നെ ഉയർത്തുവാന്, എന്നെ ഉയർത്താതിരിക്കുവാന്, എന്നെ പണിയാതിരിക്കുവാന് എന്താണ് കാരണം? യഥാർത്ഥത്തിൽ കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ പണിയുവാൻ, നമ്മെ പണിയുവാൻ അവനെ കഴിഞ്ഞിട്ടുണ്ടോ? നാം മോർണിംഗ് ഡിവോഷനിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നിന്ന് അല്പ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത്. യാദൃശ്ചികയാല് ഇന്നത്തെ നമ്മുടെ പ്രബോധന ചിന്തകളിലെല്ലാം ആ ചിന്ത കടന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അത് കേട്ടപ്പോഴേക്കും വളരെ സന്തോഷം തോന്നി. ഈ ദിവസങ്ങളിൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു അതൊക്കെയും. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ശ്രേഷ്ഠവും മാനവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവനുള്ള കല്ലുകളെല്ലാം വരെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സീയോനിലെടുക്കുക, അവനെ വിശ്വസിക്കുന്നവൻ നശിച്ചു പോവുകയില്ല എന്ന് തിരുവചനത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾ ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടച്ചക്കല്ലും തടങ്ങൾ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിക്കുവാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം ഓരോരുത്തരും കേട്ടത്. നമുക്കറിയാം, എഴുതിയത് പത്രോസാണ്. AD 63-70 കാലഘട്ടങ്ങളില് ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് വേണ്ടി അല്ലെങ്കിൽ യെരൂശലേമിൽ നിന്നും പുറത്താക്കപ്പെട്ട അന്യദേശത്ത് പാർക്കുന്ന അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവരെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് പത്രോസ് ഈ ലേഖനം എഴുതുവാനായിട്ട് തീർന്നത്. ആ കാലഘട്ടത്ത് ദൈവജനം വളരെ കർഷകരുടെ കൂടി ആ സഭ പ്രത്യേകമായ പീഡനങ്ങൾ കൂടിയൊക്കെ കടന്നു പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ കാലത്ത് ആ റോമിൽ ഒരു തീപിടുത്തം ഉണ്ടാകുകയും അതിനുള്ള കാരണം ദൈവജനമാണ് എന്ന് കുറ്റം ആരോപിക്കപ്പെടുകയും ആ നിലയിലെ ആ പ്രചാരണം നടക്കുകയും അവരെ ആ ദൈവജനത്തെ തള്ളിക്കളയുകയും പീഡിപ്പിക്കപ്പെട്ട ആ സമയത്ത് അവരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം പത്രോസ് എഴുതിയതായ വാക്കുകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്രകാരം പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത്തെ, അവരുടെ ആത്മീയ നിലവാരത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ അവരെ വളരെയേറെ പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയൊക്കെയും നടുവിൽ കൂടി ചിതറിപ്പാർത്തപ്പോൾ അവരോട് അപ്പോസ്തലൻ പറയുകയാണ്, അതെ, നിങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണ്. നിങ്ങൾ ഇടറിപ്പോകുവാൻ, നിങ്ങൾ തകർന്നു പോകുവാൻ, നിങ്ങൾ നിരാശരായി പോകുവാൻ ഒന്നും ഇടയായി തീരുകയില്ല. നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ സഭ അത് ഉറപ്പിച്ചിരിക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണ്. അതിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് എന്ന് പത്രോസ് അവരെ ഉറപ്പിക്കുകയും അവരുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു.
ഒരു വേളയില് തകർന്നു പോകാമായിരുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാമായിരുന്ന അവരെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നിങ്ങൾ തകർന്നു പോകേണ്ടവരല്ല, നിങ്ങൾ നിരാശരായി പോകേണ്ടവരല്ല, നിങ്ങൾ തോൽവിയിലേക്ക് ആടി ഉടഞ്ഞു പോകുന്നവരായിട്ടല്ല, മറിച്ച് നിങ്ങൾ ഉറപ്പോടെ നിൽക്കുവാൻ അതിന്റെ കർത്താവ് മതിയായവനാണ് എന്ന് പത്രോസ് അവരെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് ഈ വാക്യങ്ങളിൽ കൂടെയൊക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നു. ജീവനുള്ള മൂലക്കല്ലായ യേശു ക്രിസ്തു അതെ നമ്മുടെ അടിസ്ഥാനമായിട്ടിരിക്കുന്നു. ആ നിലയിൽ അവരെ ഉത്തേജിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്നതായ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളെ കുറിച്ച് നാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ കർത്താവിനെ പല പേരുകളിൽ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, അതേ മന്ന, വാതിൽ, മുന്തിരി, അങ്ങനെ അനേകം മൽക്കിസദേക്ക്, അങ്ങനെ അനേകം വാക്കുകൾ കൊണ്ട് കർത്താവിനെ ബലപ്പെടുത്തുന്നതായിട്ട് സാധിക്കുന്നു. അത് പുസ്തകത്തില് ആ പ്രകാരം എഴുതിയ പേരുകളെല്ലാം മറിച്ച് അതാത് കാലഘട്ടങ്ങളില് ദൈവജനത്തെ ഉറപ്പിക്കേണ്ടതിന് ഉറപ്പിക്കാൻ ദൈവം നൽകിയ വാഗ്ദാനങ്ങളും വെളിപ്പാടുകളുമാണ് ആ പേരുകളൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ആയിരിക്കുന്നിടത്ത് ഒരുപക്ഷെ ഇതുപോലെയുള്ള പീഡനങ്ങളും നിരാശകളും അപമാനങ്ങളൊക്കെയും അനുഭവിക്കേണ്ടി വരാം. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന നിലയില്, നമ്മുടെ ആത്മീയ നിലവാരത്തെ ചോദ്യം ചെയ്യുന്ന നിലയില് പല പ്രശ്നങ്ങളും പ്രയാസമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്നെ ഉറപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാണ്, ജീവനുള്ള കല്ലിനോട് ചേർത്താണ് ഞാൻ നിന്നെ പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വലിയ വാഗ്ദാനവും ഉറപ്പും നമുക്ക് ഈ വചനത്തിൽ കൂടി കാണുവാനായിട്ട് സാധിക്കുന്നു. മുകൾ വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ കാണുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു വെച്ചിരിക്കുന്ന പോലെ, ക്രിസ്തു നിയോഗിച്ചിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ വചനപ്രകാരമുള്ള പണി നടക്കുകയാണ്. ഇന്ന് വാൽക്കാലം അവരുടെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ കർത്താവ് നമ്മിൽ ഒരു പണി നടത്തുന്നതായിട്ട്, അല്ലെങ്കിൽ അവനൊരു തച്ചനായിട്ട്, ഒരു കെട്ടുപണിക്കാരനായിട്ട് നമ്മോട് കൂടെ നിന്നിട്ട് നമ്മളെ പണിയുവാനായിട്ട് പോവുകയാ. ആ പണിയുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാ. ഇപ്രകാരം ക്രിസ്തു എന്ന അടിസ്ഥാനത്തെ നമ്മെ വെച്ചുകൊണ്ട് ഒരു മനോഹരമായ പണി കഴിക്കുവാനായിട്ട് അവൻ പോവുകയാ. ഒരിക്കൽ യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, മത്തായി 16-ാം അധ്യായം 18-ാമത്തെ വാക്യം, പത്രോസേ നീ പത്രോസാകുന്നു, അല്ലെ? എന്നാ പത്രോസിന്റെ വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കേഫാവ് എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ പാറ എന്നാണെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം പത്രോസിന് അരികിലേക്ക് വന്നിട്ട് കർത്താവോട് പറയുകയാ, പാറമേ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസിന് മേലെ പണിയുമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചല്ല, ജീവനുള്ള കല്ലിന്മേൽ ഞാൻ നിന്നെ ചേർത്ത് വെച്ചുകൊണ്ട് നീ അതിന്മേലൊരു സഭ പണിയും. അതായത് അടിസ്ഥാനം എന്ന ക്രിസ്തുവിന്മേലാണ് നീ പണിയുവാനായി പോകുന്നത് എന്ന് പത്രോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിക്കുമ്പോൾ സാർവത്രികമായ ഒരു സഭയുടെ മനോഹരമായ ചിത്രവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പാതാള ഗോപുരങ്ങൾ തകർക്കാത്ത, ജയിക്കാത്ത, ലോകത്തിലെ ഒരു ശക്തികൾക്കും ജയിക്കുവാൻ കഴിയാത്ത ഒരു സഭ കർത്താവ് പണിയുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവനത് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഇന്നും അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ നാം ഈ ലോകത്തായിരിക്കുമ്പോൾ നാം പ്രാദേശികമായ വിവിധ സഭകളിലെ അംഗങ്ങളാണ്. നാം ഓരോ സാഹചര്യങ്ങളിൽ നിന്നും കടന്നു വന്നവരാണ്. നമ്മുടെ ജീവിതത്തിലെ പാപവും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ തിരുവചനം നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആലയത്തിനാണ്, ദൈവസഭയ്ക്കാണ് അതിന്റെ ആഘാതമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ നിലയില് സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി ആ ജീവനുള്ള കല്ലിനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. അത് ഇന്നും ഒട്ടും പുറകോട്ട് പോകാതെ ദൈവം ആ സഭയുടെ ആ പണിയുടെ പുരോഗതി നടത്തിക്കൊണ്ടിരിക്കുക. സഭ ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോഴും പല ട്യൂഷനുകൾ കൂടെയും നിന്ദകൾ കൂടെയും പീഡനം കൂടെയും പ്രയാസം കൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അതേ നാം ഓർക്കേണ്ടത്, ഈ സഭ പണിയപ്പെട്ടത് പാതാള ഗോപുരങ്ങൾ ജയിക്കുവാൻ കഴിയാത്ത, മരണഭാഷ്യങ്ങൾക്ക് പിടിച്ചെടുക്കുവാൻ കഴിയാത്ത അതേ ക്രിസ്തുവാകുന്ന അതേ ഏറ്റവും മഹത്വകരമായ ആ ഒരു കല്ലിന്മേലാണ്, അടിസ്ഥാനത്തിന്മേലാണെന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നതൊന്നും തകർന്നു പോകുവാൻ, നിലംപരിശായി പോകുവാനായിട്ട് ഇടയായിട്ട് തീരുകയില്ല.
ഒരു സഭ എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും അതിലെ നാമാണ് സഭ. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു നിന്ന് നേരിടുമ്പോൾ, പ്രയാസം നേരിടുമ്പോൾ, പ്രതിസന്ധിയും പ്രയാസവും കടന്നു വരുമ്പോൾ നാം ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മെ പണിതതെങ്കിൽ, ക്രിസ്തു എന്ന മൂലക്കല്ലിനോട്, ജീവനുള്ള കല്ലിനോടാണ് നമ്മെ ചേർത്ത് പണിഞ്ഞതെങ്കിൽ നാം നിരംബരിശരായി പോകുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കുകയില്ല, ഇടയാക്കുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 47-48 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 47-48 വാക്യങ്ങൾ. വചനം കേട്ട് ചെയ്യുന്നവരെല്ലാം ഇന്നവനോട് തുല്യരെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വെച്ച് വീട് പണിയുന്ന മനുഷ്യനോട് ആ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ച്, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് ഇളകിപ്പോയില്ല. നീ എന്റെ അടുക്കൽ വന്ന് വചനം കേട്ട് എന്റെ ഇഷ്ടം ചെയ്ത് എന്നിൽ നീ പണിയപ്പെട്ടാൽ ആരെ തീരുമെന്നാണ് നമ്മൾ കാണുന്നത്. ആഴത്തിൽ കുഴി പിടിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനായി തീരും. അങ്ങനെയുള്ള ഭവനത്തിനുമേൽ, ഗ്രഹത്തിനുമേൽ, സഭയ്ക്കുമേൽ, വ്യക്തിയുടെ മേൽ കാറ്റടിക്കും, കോളുവരും, കോളെതിർക്കും. എന്നാൽ അത് ആടി ഉലഞ്ഞു പോകുവാനായിട്ട് ഇടയായിട്ട് തീരുകയില്ല, നിരംപരിശായിട്ട് തീരുവാനായിട്ട് ഇടയായിട്ട് തീരുകയില്ല. കാരണം ആഴത്തിൽ കുഴികുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യരോടാണ് തുല്യനായി തീരുന്നത്. ആ ഉറപ്പുള്ള പാറമേല് അടിസ്ഥാനത്തിന്മേലാണ് നമ്മെ ഓരോരുത്തരെയും പണിതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മോശമായ അവസ്ഥയില്, പ്രതിസന്ധിയില്, പ്രയാസത്തിലൊക്കെയും ഒരുപക്ഷെ നാം നമ്മുടെ മനസ്സിനെ ചോദിച്ചിന് വരാം, കർത്താവേ, ഞാൻ തകർന്നു പോകുവാനിടയായിട്ട് തീരുമോ? യഥാർത്ഥത്തിൽ നീ എന്നെ പണിതിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. നമ്മെ കർത്താവ് അങ്ങനെ പണിതിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ നാം തന്നെയാണ് അതിന് കാരണമായിട്ട് തീരുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തില് യഥാർത്ഥമായി പണിതിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നാം തന്നെയാണ് അതിനൊക്കെയും കാരണം. നമ്മുടെ കുറവുകളാണ്, നമ്മുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന നമ്മുടെ പാപങ്ങളാണ് അതിനൊക്കെയും കാരണമെന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന കർത്താവേ, എനിക്കൊരു കുറവുണ്ട്. എന്റെ വിശുദ്ധിയില്, എന്റെ വിശ്വാസത്തില്, എന്റെ പ്രാർത്ഥനയില്, എന്റെ ആത്മികമായ വിഷയങ്ങളില് എനിക്ക് കുറവുണ്ട്. ആ കുറവുകളൊക്കെയും അവരുടെ സന്നിധിയിലേക്ക് പറഞ്ഞ്, കർത്താവേ, എന്നെ നന്നായിട്ട് പണിയണമേ, നിന്റെ ഇഷ്ടം പോലെ, നിന്റെ ഹിതം പോലെ എന്നെ പണിയണമേ എന്ന് അവരുടെ സന്നിധിയില് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിക്കുമെങ്കിൽ കർത്താവ് ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും അനുഗ്രഹമായിട്ട് പണിയും. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമ്മെ കർത്താവ് പണിയണമെങ്കിൽ, ഏറ്റവും മനോഹരമായ നിലയിൽ നമ്മെ ആക്കി തീർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയേണ്ടതായ ചില വസ്തുക്കളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2-ാം അധ്യായം പത്രോസിന്റെ 1-ാം ലേഖനം 2 പത്രോസ് 1-ാം അധ്യായം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 പത്രോസ് 2:1. 2:1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം മറയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ രക്ഷിക്കാതെ വരുവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഉപേക്ഷിക്കേണ്ടതായ, നാം മാറ്റിക്കളയേണ്ടതായ ചില കാര്യങ്ങളെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മിലെ സകല ദുഷ്ടതയും, നമ്മിലെ സകല ചതിവും, നമ്മിലെ വ്യാജഭാവം, നമ്മിലെ അസൂയ, നമ്മിലെ നുണകള് എല്ലാം നീക്കിക്കളയുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. ഈ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് നാം ദൈവസഭയിലെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഒരേ അവയവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാല് ഒരിക്കലും കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സഭയുടെ കെട്ടുറപ്പ് പൂർണ്ണമായിട്ട് നിലനിൽക്കുവാനായിട്ട് ഇടയായിട്ട് തരികയില്ല. എല്ലാ കല്ലും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിനുള്ളിലെ വ്യാജമായ ഭാവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മിലെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നാം ഓരോരുത്തരും ആയിരിക്കേണ്ടത്. അങ്ങനെ പണിത് ഇല്ല എങ്കിൽ ഒരു ഏച്ചു കെട്ടുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുവാനായിട്ട്, അതിന്റെ ഉറപ്പിനെ ചോദ്യം ചെയ്യുന്ന നിലയില് ആ കെട്ടുപണിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പോരായ്മയുടെ ആ കല്ല്, അല്ലെങ്കിൽ മുടച്ചു നിൽക്കുന്ന ആ കല്ല്, നന്നായി ചെത്ത് വെളുപ്പാക്കാത്ത ഒരു കല്ല്, ഒരു ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞ് ആ നല്ല കല്ലിനോട് ചേർന്നിരിക്കുമ്പോൾ ഏറ്റവും ഉറപ്പോടെ കൂടെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതെ, അവനെ പണിയണമെങ്കിൽ ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയണം.
നമ്മുടെ കുറവുകളെ നാം ഏറ്റുപറയണം. 2, പൂർണ്ണമായിട്ട് നാം അവനിൽ വിശ്വസിക്കണം. 3, പൂർണ്ണമായിട്ട് നാം അവനിൽ വിധേയപ്പെടണം. 4, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. കർത്താവേ, എന്റെ കുറവുകള് എന്റെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് ആരോടും പറയുവാനായിട്ട് കഴിയുകയില്ല. എന്റെ മനസ്സിലെ കുറവ്, എന്റെ ശരീരത്തിലെ കുറവ്, എന്റെ ക്രിസ്ത്യ ജീവിതത്തിലെ കുറവ് കർത്താവെ ഞാൻ എന്റെ സന്ധ്യയില് ഏറ്റു പറയുകയാണ്. ആ കുറവ് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും മനോഹരമായിട്ട് കെട്ടിപ്പൊക്കുവാന് കിട്ടുന്നതിന് സാധിക്കുകയില്ല. ഏറ്റവും മനോഹരമായ രീതിയില്, ആ മനോഹരമായ നിലയില് ആ കെട്ടിപ്പൊക്കണമെങ്കിൽ നമ്മുടെ കുറവുകളെ ആദ്യം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. എങ്കിലും പാപമേ ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം സാത്താൻ തെറ്റിക്കുന്നവനായി കഴിയുമെങ്കിൽ തന്നെ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുവാൻ കഴിയുന്ന നിലയിൽ ഊടാടി സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ജീവിതത്തിലെ പോരായ്മകളെ, കുറവുകളെ ആ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാല് നമുക്കുള്ള സന്തോഷം എന്നുള്ളത്, നമുക്കുള്ള പ്രത്യേകത എന്നുള്ളത് ആ കുറവുകളെ തീർക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മുടെ പാപങ്ങളോട് ക്ഷമിക്കുവാന് കർത്താവ് മതിയായവനാണ്. എന്നിരുന്നാലും നാം നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി, നാം നമ്മെ തന്നെ ഒന്ന് ശോധനപ്പെടുത്തി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവേ, എന്റെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ, എന്റെ കുറവുകളെ അങ്ങോട്ട് സന്ധിയിൽ ഏറ്റു എന്ന് പറയുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. 18-ാം സങ്കീർത്തനത്തിലൂടെ കടന്നു വരുമ്പോൾ ദാവീദ് പ്രകാരം പറയുന്നു. 18-ാം സങ്കീർത്തനം 32-ാമത്തെ വാക്യം. അവിടെ നാം കാണുകയാ, വഴികളിൽ എന്റെ കുറവ് തീർക്കുന്നവനാണ് എന്റെ ദൈവം. യാത്രാമധ്യത്തിൽ, ജീവിത മധ്യത്തിൽ ദാവീദ് പറയുകയാ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു കുറവുണ്ട്. നാം നോക്കുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനായ മനുഷ്യനാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിന് വേണമെങ്കിൽ തന്റെ കുറവുകളെ അവിടുന്ന് മാറ്റി തന്റെ ആ വ്യാജമായ ഭാവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് എനിക്ക് പറയാം, എനിക്ക് കുറവുകളൊന്നുമില്ല എന്നാൽ ദൈവത്തിന്റെ അഭിഷിക്തനായ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ പറയുക, കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു കുറവുണ്ട്. അവന് ദൈവസന്നിധിയില് ആ കുറവുകളെ ഏറ്റുപറയുന്നതായിട്ട് നാം കാണുകയാണ്. ദാവീദ് ദൈവസന്നിധിയില് തന്റെ തെറ്റുകളെ ഇവിടെ സമ്മതിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ കുറവുകളുണ്ട് എന്ന് നാം ഏറ്റുപറയുകയാണ്. നമുക്ക് പിന്നീട് കാണുകയാണ്, അവന്റെ കുറവുകളെല്ലാം ദൈവമായ കർത്താവ് തീർത്തു കൊടുക്കുന്നതായിട്ട് നാം കാണുക. കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ അവരുടെ സന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ കർത്താവ് ഏറ്റവും മനോഹരമായിട്ട് നമ്മെ പണിയുവാൻ, നമ്മെ ഏറ്റവും മനോഹരമായി ഒരുക്കുവാൻ അവൻ മതിയായവനാണ്. ഒരിക്കൽ കർത്താവിന്റെ ശിഷ്യന്മാരെ കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവിനോട് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അപ്പൊ യഥാർത്ഥത്തില് ശിഷ്യന്മാർക്ക് അപ്പോൾ അവിടെ എന്ത് കുറവുണ്ടായിരുന്നു? അവരുടെ വിശ്വാസത്തിന് അവർക്ക് കുറവുണ്ടായിരുന്നു. എന്നാല് ആ ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര് ആ കുറവ് അവിടെ തിരിച്ചറിയുക. അവരെപ്പോഴാണ് ആ കുറവ് തിരിച്ചറിയുക? അവർ യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുവാൻ തുടങ്ങിയപ്പോൾ തങ്ങളുടെ വിശ്വാസത്തിന് കുറവുണ്ട് എന്ന് ആ ശിഷ്യന്മാര് തിരിച്ചറിയുന്നതായിട്ട് നാം കാണുകയാണ്. നാം നമ്മുടേതായ സാഹചര്യങ്ങളിൽ, നാം നമ്മുടേതായ നിലകളില് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നാം യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ, നാം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, അവനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരുടെ സന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് കുറവുണ്ട്, എന്റെ വിശുദ്ധിയിൽ എനിക്ക് കുറവുണ്ട്, എന്റെ ജീവിതത്തിലെ എന്റെ ആത്മീകമായ കാര്യങ്ങളില് എനിക്ക് കുറവുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നപ്പോൾ അപ്പോസ്തലന്മാർക്ക് തന്റെ കുറവുകളെ അവിടുന്ന് മനസ്സിലാക്കി അവരുടെ വിശ്വാസത്തില് കുറവുണ്ട് എന്ന് പറയുകയാണ്. മുമ്പോട്ട് നാം ചിന്തിക്കുമ്പോൾ സക്കായിയെ കുറിച്ച് നമുക്കറിയാം. സക്കായി ജീവിത സമൂഹത്തിലെ ഉന്നതനായ ഒരു വ്യക്തിയാണ്. അവന് വിദ്യാഭ്യാസമുണ്ട്, അവന് നല്ല ജോലിയുണ്ട്, അവന് കുടുംബമുണ്ട്, വലിയ വീടുണ്ട്. എന്നാൽ അവന്റെ ജീവിതത്തിൽ അവന് കുറവുണ്ടായിരുന്നു, അവന് പൊക്കമില്ല എന്നുള്ളതാണ്. എന്നാൽ അവന്റെ പൊക്കമില്ല എന്ന അവന്റെ കുറവ് ആ ജീവിതത്തില് അവന്റെ നന്മകളും അനുഗ്രഹങ്ങളെ നേടുവാൻ, അല്ലെങ്കിൽ അവന്റെ ജോലി അവന് നേടുവാന്, അവൻ നല്ലൊരു വീടുണ്ടാക്കുവാന്, സമ്പാദ്യം ഉണ്ടാക്കുവാനൊന്നും അവന് ആ കുറവായിരുന്നില്ല. എന്നാൽ കർത്താവ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവന്റെ കുറവ് അവന് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ നിലയില് മറ്റുള്ളവർ നമ്മെ നോക്കിക്കാണുമ്പോൾ എല്ലാം ഉണ്ട് എങ്കിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ കർത്താവെ, അത് എന്റെ കുറവുകൾ എനിക്ക് ബോധ്യമാകുന്നു. അവന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, അവനൊപ്പം നടക്കുമ്പോൾ നാം എത്രയോ കുറവുള്ളവരാണെന്ന് നമുക്ക് ബോധ്യമാകും. അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് കഴിയണം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായി മരിച്ചേൻ, അതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു.
യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പത്രോസിനെ നാം ആദ്യമായി കാണുന്നത്. അന്ത്രയോസ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോവുകയാ. ഒരക്ഷരം പോലും മിണ്ടുകയില്ല. കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോഴും കർത്താവ് ആരാണെന്ന് പോലും അവന് അറിയേണ്ട. എന്നാൽ ശൂന്യമായ ആ പടകിനകത്ത് കയറി സംഭാഷിച്ച് ആഴങ്ങളിലേക്ക് പടക് നീക്കി വലയെറിയുക, ആ പെരുത്തമീനെ അപ്പോഴൊക്കെ കിട്ടി. ആ അത്ഭുതം, ആ കാഴ്ച കണ്ടപ്പോൾ കർത്താവിന്റെ മുൻപിൽ അവൻ നിന്നപ്പോൾ കർത്താവിനെ അവിടെ മുതൽ അവൻ തിരിച്ചറിഞ്ഞ ഉടനെ കർത്താവിന്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് വീണുകൊണ്ട് ആ പത്രോസ് പറയുക, ഞാൻ പാപിയായ മനുഷ്യൻ, അതെന്റെ ജീവിതത്തിലെ ഒരു കുറവാണ്. എന്നെ വിട്ടപ്പോ അവരുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് പറ്റുന്നില്ല. പത്രോസ് തന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ്, തന്റെ പാപത്തെ തിരിച്ചറിഞ്ഞ്, തന്റെ വിശ്വാസത്തിന്റെ കുറവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ മുൻപിൽ അനുദപിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ദൈവം മുമ്പിൽ നിൽക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതി അദ്ദേഹത്തിനവിടെ ബോധ്യപ്പെടുകയാണ്. അത്യുജാലക്കത്തെ കണ്ണുള്ള ദൈവം, അത് തേജസ്വിയില് കോടാനുകൂടി ദൂതന്മാരാൽ ആരാധിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കല്ലായില്ലെങ്കിൽ അത് നമുക്ക് തോന്നുവാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, എനിക്ക് എന്റെ വിശ്വാസത്തിൽ കുറവുണ്ട്, എന്റെ വിശുദ്ധിയിൽ എനിക്ക് കുറവുണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ആ കുറവ് അവരുടെ സന്ധിയില് ഏറ്റുപറയുന്നവരായിട്ട് തീരുമെങ്കിൽ മനോഹരമായ ആ പണിയില് നാം ചേർക്കും. ഏറ്റവും മനോഹരമായ കല്ലുകളാക്കി അവൻ തീർക്കും. നമ്മുടെ എല്ലാ ഭാവങ്ങളും എല്ലാ കുറവുകളും അവൻ വെട്ടിമാറ്റി ഏറ്റവും മനോഹരമായ ശില്പമാക്കി, ഏറ്റവും മനോഹരമായ ഏറ്റവും ഉറപ്പുള്ള ആ പാറമേൽ പണിതുകൊണ്ട് ഏറ്റവും മനോഹരമായ ജീവിതങ്ങളാക്കി അവൻ നമ്മെ ഓരോരുത്തരെയും തീർക്കും. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഞാൻ എന്നെ തന്നെ വെറുത്ത് ചാരത്തിലിരിക്കുക. എന്താണ് അതിന്റെ കാര്യം? നേരത്തെ യോബിനെ കുറിച്ച് നോക്കുമ്പോൾ നേരത്തെയും ആ ചാരത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അവൻ ചാരത്ത് ഇരുന്നത് തന്റെ ആ രോഗം കൊണ്ട്, തന്റെ മനസ്സിലെ വേദന കൊണ്ടാണ്, എന്റെ മനപ്രയാസം കൊണ്ടാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാല് 42-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ യോബ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വെറുക്കുകയാ. എന്താണ് അതിന് കാരണം? ഞാൻ ദൈവത്തെ കണ്ടു. അപ്പോഴാണ് അവന് തോന്നിയത്, ഞാൻ ഒരുപാട് കുറവ് ഉള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം മുൻപാകെ വരുമ്പോൾ നമ്മുടെ കുറവ് വെളിപ്പെടുവാനായിട്ടിടയായിട്ട് തീരും. ഒന്നും അവന് മുമ്പിൽ മറച്ചു വെക്കുവാനായിട്ട് കഴിയുകയില്ല, മൂടി വെക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ കുറവുകൾ അവന് മുമ്പിൽ ഏറ്റുപറയുമെങ്കിൽ നമ്മെ നന്നായി എടുത്തു പണിയുവാനായിട്ട് അവന് കഴിയും. ശലോമോന്റെ ദേവാലയത്തിന്റെ പണിയിൽ നിന്ന് അല്പം ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ എളിയ ചിന്തയ്ക്ക് വിരാമം കുറിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് കണ്ടുകൊണ്ട് ആയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് കിട്ടിയ മഴു മുതലായ യാതൊരു ഇരുപായത്തിനെയും ഒച്ച ആലയത്തിൽ കേൾക്കുവാനില്ലായിരുന്നു. ശലോമോൻ രാജാവിന്റെ ആലയത്തിന്റെ പണിയുടെ പ്രത്യേകത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ചരിത്ര പ്രസിദ്ധമായ ഇസ്രായേലിലും പുകൾപ്പെട്ടതായ ആ ശലോമോന്റെ ആലയത്തിന്റെ പ്രത്യേകതകളെ പറ്റി നാം 6-ാം അധ്യായത്തിൽ കാണുകയാ. വെട്ടുകുടിയിൽ വെച്ച് തന്നെ വെട്ടിയെടുത്ത് കല്ലുകൾ പണിയപ്പെടുകയാ. അതിന്റെ കുറവുകൾ അവിടെ വെച്ച് തന്നെ തീർക്കുന്നതായിട്ട് നാം കാണുകയാ. എന്തിനാണ് ഈ കല്ലുകള് ആ വെട്ടുകുടിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്തത്? അതറിയണമെങ്കിൽ 18-ാം വാക്യത്തിലോട്ട് കടന്നു വരാം. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുഴിമുഴുകളും കൊത്തുപണിയായിരുന്നു. എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു. കല്ല് അശേഷം കാണുവാനുണ്ടായിരുന്നില്ല. നാം ഇത്ര നേരം ഒരു കല്ലിനെ പറ്റിയാണ് കണ്ടുകൊണ്ടിരുന്ന. ജീവനുള്ള കല്ലിനോട് ചേർത്ത് വെച്ച കല്ലും. ഇവിടെ നാം എന്നാല് മറ്റൊരു വസ്തുത കാണുകയാണ്. ആ ചെത്തിയെടുത്ത വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ചെത്തിയെടുത്ത ആ കല്ല് അവിടെ അശേഷം കാണുവാനുണ്ടായിരുന്നില്ല.
എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടുകുഴി വെച്ച് വെട്ടി ചെത്തി മിനുസപ്പെടുത്തി നല്ല സുന്ദരമായിട്ട് പണിത് അതിലെ ആ കുഴികളും അതിലെ മുഴകളൊക്കെയും വെട്ടിയെടുത്ത് അത് ഏറ്റവും മനോഹരമാക്കി നല്ല പ്രതലമാക്കി തീർത്ത ഒരു കല്ല്. എന്തിനാ അങ്ങനെ ആ കല്ല് അങ്ങനെ ചെയ്തത്? നമുക്കറിയാം, ഈ പണി കഴിയുമ്പോൾ ആ കല്ല് വെച്ച് പണിത് കഴിയുമ്പോൾ അവിടെ ഒരു മറ്റൊരു പണി അവിടെ കാണുവാനായിട്ട് സാധിക്കുക. അവിടെ കാണുന്നത് ദേവദാരു കൊണ്ടുള്ള ആ മരങ്ങൾ കൊണ്ട് പലകൾ കൊണ്ട് ആ കല്ലിന് മീതെ പണിയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഒരു പാനൽ വർക്ക് അവിടെ കാണുകയാണ്. വെട്ടുകുഴിയിൽ വെച്ച് പാരമ്പര്യത്തിന്റെ മറ്റ് ജാതീയമായ അല്ലെങ്കിൽ പാപത്തിന്റെ അകൃത്യത്തിന്റെ ഒക്കെ ആ കുഴിയിൽ നിന്ന്, ആ കറുത്ത കുഴിയിൽ നിന്നും ചുവന്ന കുഴിയിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും വെട്ടിയെടുത്തു എന്ന് മാത്രമല്ല, ഒരു മനോഹരമായിട്ട് പണിത് വെച്ചതിന് ശേഷം അതിന് പുറത്തൊരു പാനൽ വർക്ക് കർത്താവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഇന്ത്യൻ ഡിസൈൻ ഒക്കെ ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, മനോഹരമായ ഒരു പ്രതലം അല്ലെങ്കിൽ മിനുസമുള്ള ഒരു പ്രതലം അല്ലെങ്കിൽ അതിന് പുറത്ത് ഒരു പലക വെച്ചാൽ ആ പലകയും കുളച്ചിരിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കല്ല് മുളച്ചു നിൽപ്പുണ്ടെങ്കിൽ ആ പണിയുന്നതിന് പുറത്തെ പലകയും കുളഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പലക ഏറ്റവും മനോഹരമായിട്ട് നിൽക്കണമെങ്കിൽ അതിന് ഉള്ളിലെ പ്രതലവും ഏറ്റവും മനോഹരമായിട്ട് ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എങ്കിൽ മാത്രമേ ആ തച്ചൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഡിസൈനർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ചുമരിന്റെ ഭംഗി, ആ ആലയത്തിന്റെ ഭംഗി പൂർണ്ണമായിട്ട് വെളിപ്പെട്ടു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മുളച്ചിരിക്കുന്ന ഒരു കല്ലുണ്ടെങ്കിൽ ആദ്യം ആ വാളിനകത്തേക്ക് നോക്കുന്നവൻ, ആലയത്തിനകത്തേക്ക് വരുന്നവൻ മുളച്ചിരിക്കുന്നതാണ് ആദ്യം കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് മറ്റു കല്ലുകൾക്കെല്ലാം ഒരു പോരായ്മയായിട്ട് അല്ലെങ്കിൽ ആ പണികൾക്ക് മുഴുവനായിട്ടുള്ള ഒരു പോരായ്മയായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുൻപാകെ തെറ്റുകളും കുറവുകളൊക്കെ ഏറ്റു പറയുമ്പോൾ അവൻ നമ്മുടെ മുഴുകളൊക്കെയും നമ്മുടെ പാടുകളും നമ്മുടെ കുറവുകളൊക്കെയും മാറ്റി ആ ഏറ്റവും മിനുസപ്പെടുത്തി ആ പ്രതലത്തോട് ചേർത്ത് വെച്ച് പണിത് അതിനെ പുറത്ത് പാലം വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ സാധന മറ്റുള്ളവരെ ആശ്ചര്യത്തോടും അത്ഭുതത്തോടും കൂടി ആ പണിയെ കാണുവാനായിട്ടിടയായിട്ട് തീരും. പിന്നെയും നമ്മൾ ആ വാക്യത്തിൽ തന്നെ വായിക്കുക, നിങ്ങളുടെ വാക്യം വായിക്കുക. 18ാമത്തെ വാക്യം. ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു. എല്ലാ ദേവദാരു കൊണ്ടായിരുന്നു. പിന്നെ നാം കാണുക ആ മനോഹരമായ പാനൽ വർക്കിന് മുമ്പിൽ മനോഹരമായ കുമിഴകള്, വിടർന്ന പുഷ്പങ്ങള് കൊത്തുപണിയായിട്ട് നിൽക്കുന്നതായിട്ട് നാം കാണുക. ഇപ്പോൾ കാണുന്നവർക്കെയും മനോഹരമായ ആ പുഷ്പങ്ങളെയും കുമിഴകളെയും കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ അകത്തേക്ക് കയറുന്നവർ കല്ലല്ല കാണുന്നത്, അതിന്മേൽ പണിത ദൈവത്തിന്റെ സൗരഭ്യമാർന്ന മനോഹരമായ ശില്പത്തെ ഇവിടെ കാണുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും നമ്മുടെ ജീവിതത്തിലെ മാറ്റേണ്ടതായിട്ടുള്ള എല്ലാം മാറ്റി നമ്മുടെ മുഴകളും കുറവുകളൊക്കെ മാറ്റുമെങ്കിൽ ഇതുപോലെ ഏറ്റവും മനോഹരമായ രീതിയിൽ പണിതീർപ്പിച്ച സമൂഹത്തിന് മുമ്പില് നമ്മെ അവതരിപ്പിക്കുമ്പോൾ സമൂഹം നമ്മെ ആദ്യം കാണുന്നത് നമ്മിലെ വിടുന്ന പുഷ്പങ്ങളാ, വിടരാനിരിക്കുന്ന പൂമുട്ടുകളാ. പ്രിയപ്പെട്ട ആ നിലയില് ഏറ്റവും മനോഹരമായ നിലയില് നാം ആയി തീരണമെങ്കിൽ ഇന്ന് നാം നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളൊക്കെയും അവരുടെ സന്നിധിയില് ഏറ്റുപറയുവാനായിട്ടിടയായിട്ട് തീരണം. നാം ലേഖനത്തിൽ ആദ്യം കണ്ടതുപോലെ നമ്മുടെ വ്യാജഭാവം, നമ്മുടെ കുറവ്, നമ്മുടെ പോരായ്മകള് ഒക്കെ മാറ്റണം. അതൊന്നും മാറ്റിയില്ല എങ്കിൽ ദൈവസഭയിലെ അംഗമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കുവാൻ ഒരു പക്ഷെ സാധിച്ചിരിക്കാം. അതിനുമപ്പുറമുള്ള മനോഹരമായ അവന്റെ കൈപ്പണിയില് നമുക്ക് വിളങ്ങുവാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റു പറയാം. കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു കുറവുണ്ട്, എന്റെ വിശുദ്ധിക്ക് ഒരു കുറവുണ്ട്, എന്റെ ആത്മിക ജീവിതത്തിന് ഒരു കുറവുണ്ട്, എന്റെ ജീവിതത്തില് എന്റെ കുടുംബത്തിന് എന്റെ സഭയ്ക്ക് ഒരു കുറവുണ്ട്, അതൊക്കെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ സന്നിധിയില് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കുമെങ്കിൽ നമ്മെ പണിയുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമ്മുടെ കുറവുകളെ തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ പൂർണ്ണമായിട്ട് അവന്റെ സന്ധിയിൽ സമർപ്പിച്ചാൽ മനോഹരമായിട്ട് നമ്മെ പണിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ ആ പണിയുടെ അവന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. നാം അവന്റെ പണിയുടെ ചാരത്ത് നിൽക്കുകയാ. നമ്മെ അവൻ പണിതുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നാം ആ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആ വെട്ടുപണിയിൽ കിടന്ന് പല കല്ലുകളായിരുന്ന പല കാഴ്ചയിലും സ്വഭാവത്തിലും
ഒക്കെയും പല പല വ്യത്യസ്തമായ രീതിയിലായിരുന്ന കല്ലുകൾ. ഒരുപക്ഷെ ഇന്നത്തെ രീതിയിൽ പറയാം ആന്ധ്ര കല്ലുകളും ബാംഗ്ലൂർ സ്റ്റോണുകളൊക്കെ ആയിരുന്ന നാം ഓരോരുത്തരും. എന്നാൽ ഇന്ന് ഒരു നോക്കുമ്പോൾ ഒരുപോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ രീതികൾ ആയിട്ട് ഇരിക്കുകയാ. ആ കല്ലൊന്നും മാത്രവുമല്ല, ആ കല്ലുകളൊന്നും ഇവിടെ കാണുവാനില്ല. അതിനപ്പുറമായി ദൈവ തേജസ്, ദൈവത്തിന്റെ പ്രഭ അതിൽ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിലെ വ്യാജ സ്വഭാവം ഒക്കെ ഏറ്റുപറയുമെങ്കിൽ നമ്മുടെ കുറവുകളെ തീർക്കുന്ന മഹാദയാലുവായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടെ പറയുകയാ, പത്രോസ് പറയുകയാ, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലയോ? പ്രിയപ്പെട്ടവരെ, അവന്റെ മഹാദയക്കായിട്ട് നമുക്ക് അവനെ സ്തുതിക്കാം. അവന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് അവനെ സ്തുതിക്കാം. നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞ്, നമ്മുടെ സകല കുറവുകളും ഏറ്റു പറഞ്ഞ് എന്നെ നന്നായിട്ട് പണിയുവാൻ നമ്മെ തന്നെ അവന്റെ കരങ്ങളിലേക്ക് ബരമേൽപ്പിക്കാം. അവന്റെ ഉദ്ദേശത്തിനൊത്താം ആ തച്ചന്റെ ആ ഹിതത്തിനനുസരിച്ച് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹവും നിർണയപ്രകാരവും നമ്മെ പണിയുവാനായിട്ട് അവൻ ഒരുക്കമാ. നാം ആ നിലയില് ഒരുക്കമുള്ളവരായിരിക്കുവാൻ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാന് നമുക്കിടയായിട്ട് തീരട്ടെ. അവന്റെ ദയയെ ആസ്വദിക്കുവാൻ, അവനെ തന്നെ ആസ്വദിക്കുവാൻ, ലോകത്തിലല്ല മുഖങ്ങൾക്കല്ല മറിച്ച് എപ്പോഴും ഏത് സമയവും ഏത് നേരത്തും കർത്താവിനെ സ്നേഹിക്കുവാനും അവനെ തന്നെ ആസ്വദിക്കുവാനും നമ്മുടെ കുറവുകളേറ്റ് പറഞ്ഞ് അവനെ തന്നെ സമർപ്പിക്കുമെങ്കിൽ അവന്റെ കയ്യിലെ നല്ല കൈപ്പണിയായിട്ട് നാം ഇരിക്കും. ആ നിലയിൽ നമ്മെ എടുത്തുപയോഗിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യാശയോടെ ഒരുക്കത്തോടെ നമുക്കായിരിക്കാം അവന്റെ വരവ് ഏറ്റവും സമീപമായി. ആ നിലയിൽ ഏറ്റവും വിശുദ്ധിയോട് കൂടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുവാനാകട്ടെ. ഇന്നലെ സമയം തന്ന ദൈവസഭയ്ക്കുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.